എക്സാം? കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. ആദ്യമായിട്ട് ഒരാൾ അടിപൊളിയായിരുന്നു എന്ന് പറയുന്നത്. അപ്പം മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി എല്ലാം ഈസി ആയിരുന്നു. ഹോപ്പ് ഉണ്ട്. എവിടെയൊക്കെയാണ് ഡ്രീം ചെയ്യുന്നത്? NIT. ഓക്കെ. എജുപോർട്ടിന്റെ ഓൺലൈൻ ക്ലാസ്സസ് റെസിഡൻഷ്യലാ. ഓ, എജുപോർട്ടിന്റെ റെസിഡൻഷ്യൽ നമ്മുടെ സ്റ്റുഡന്റ് ഹോപ്പ് ഉണ്ട്. യെസ്, ഓക്കെ. അടിപൊളി. എജുപോർട്ടിന്റെ ഫസ്റ്റ് എക്സാം ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു നിമിഷമാണ്. അപ്പൊ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എജുപോർട്ടിന്റെ ക്ലാസ്സുകളെ പറ്റി എന്താണ് പറയാനുള്ളത്? ഹാപ്പി ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അടിപൊളിയാണ്. അപ്പൊ മാത്സും കെമിസ്ട്രിയും ഫിസിക്സും ഒരേപോലെ തകർത്തു വാരി. അപ്പൊ എന്താണെങ്കിലും ഒരു NIT-ലെങ്കിലും ഡ്രീം ചെയ്യുന്നുണ്ട്. NIT-ലെങ്കിലും എന്നല്ല, NIT-ൽ ഡ്രീം ചെയ്യുന്നുണ്ട്. അച്ഛൻ എന്താ പറയാനുള്ള? എക്സാം ഈസിയാണ്, ഹാപ്പിയാണ്, ഫാമിലി ഫുള്ള് ഹാപ്പി ആയിട്ട്. ഓക്കെ, തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. അപ്പൊ ശരി. രണ്ടുപേരും ഫ്രണ്ട്സ് ആണോ? യെസ്, ഒരേ ഫേസ് കട്ട് ഉണ്ട്. പേരെന്താ? നിമ, ലീന. ഓക്കെ, അപ്പൊ രണ്ടുപേർക്കും മാത്സ് ടഫ് ആയിരുന്നു. ഫിസിക്സ്, കെമിസ്ട്രി കമ്പാരിറ്റീവ്ലി ഈസി ആണ്. നിങ്ങൾ റിപ്പീറ്റേഴ്സ് ആണോ? റിപ്പീറ്റേഴ്സ് ആണ്. എവിടെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? നമ്മുടെ കുട്ടികളാ, എജുപോർട്ടിന്റെ കുട്ടികളാണ്. ഓക്കെ. അപ്പം എങ്ങനെയുണ്ട്? യൂസ്ഫുൾ ആയിരുന്നു എജുപോർട്ടിന്റെ ക്ലാസ്സുകളൊക്കെ? ആ ഒരു ഹാപ്പിനെസ് ഫേസിലുണ്ടല്ലോ. ഹോപ്പ് ഉണ്ടോ? ചെറുതായിട്ട് ഹോപ്പ് ഉണ്ട്. എക്സാം കഴിഞ്ഞിട്ട് ഇത്ര ഹാപ്പി ആയിട്ട് കണ്ടോ? ജ്യൂസുകളിൽ ജ്യൂസൊക്കെ കുടിക്കുന്നത്. അപ്പൊ എങ്ങോട്ടേക്കാ ഡ്രീം ചെയ്യുന്നത്? NIT കാലിക്കറ്റ്. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നു. എവിടെയെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ +2 കഴിഞ്ഞ് +2ന്റെ കൂടെ എഴുതുകയാണല്ലേ? അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിലെ കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് എല്ലാം കൂടെ അനലൈസ് ചെയ്യുമ്പോ? മാത്സ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. പ്രതീക്ഷിച്ച പോലെ ആയിരുന്നോ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പാറ്റേൺ ചേഞ്ച് ഒക്കെ എക്സ്പെക്ട് ചെയ്തിരുന്നു. അപ്പൊ ഫസ്റ്റ് ടൈം എഴുതുകയാണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ഓക്കെയാണ്. പിന്നെ എജുപോർട്ടിന്റെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടായിരുന്നു? യൂസ്ഫുൾ ആയിരുന്നോ? നമ്മുടെ JEE ചാനലിന്റെ തന്നെ. യെസ്, ഓക്കെ. അപ്പം അതില് ഈ എക്സാമിന് വേണ്ടി ഹെൽപ്ഫുൾ ആയി എന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ വളരെ സന്തോഷം. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഏതാണ് ഈസി ആയിട്ട് തോന്നിയത്? കെമിസ്ട്രിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. മാത്സിനെ കുറിച്ച് എന്താ അഭിപ്രായം? കുഴപ്പമില്ല, പക്ഷെ ഹോപ്പ് ഉണ്ട്. മാത്സ് അറ്റൻഡ് ചെയ്തിട്ടില്ല. പക്ഷെ ഫിസിക്സും കെമിസ്ട്രിയും ഈസി ആയിരുന്നു. ഹോപ്പ് ഉണ്ടോ? നമുക്ക് എയിംസിലേക്കാണല്ലേ നമ്മുടെ ലക്ഷ്യം. ഓക്കെ. അപ്പം ന്യൂമറിക്കൽസ് പാർട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. അറ്റൻഡ് ചെയ്യാൻ പറ്റി. അപ്പൊ താങ്ക് യു. പേരെന്താ? ധനിമോൾ. ഓക്കെ, ധനിമോൾ. ശരി, കുഴപ്പമില്ലായിരുന്നു. റിപ്പീറ്റർ ആണോ? അല്ലല്ലോ, ഫസ്റ്റ് ടൈം ആണ്. എവിടെയാ പഠിക്കുന്നത്? ദയാപുരം. എങ്ങനെയുണ്ട്? ഏതാണ് ടഫ് ആയിട്ട് തോന്നിയത്? മാത്സ് ആണ് ടഫ് ആയിട്ട് തോന്നിയത്. എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസിന് വേണ്ടി വന്നതാണ്. പ്രീവിയസ് ഇയർ പാറ്റേൺ ഒക്കെ നോക്കിയിരുന്നോ? മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിരുന്നു. അപ്പൊ അതിൽ നിന്നും നല്ല ഡിഫറൻസ് ഫീൽ ചെയ്തോ? അതായത് ന്യൂമറിക്കൽ പാർട്ടൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. കെമിസ്ട്രി ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നാണല്ലോ വിചാരിക്കുന്നത്. അപ്പൊ കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് ആയിട്ടില്ല. കെമിസ്ട്രി, ഫിസിക്സ് കുഴപ്പമില്ലായിരുന്നു. ഫിസിക്സും കെമിസ്ട്രി കുഴപ്പമില്ല. അപ്പൊ ജസ്റ്റ് നീറ്റിന്റെ വഴിയെ പോയപ്പം ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, ഹോപ്പ് ഉണ്ടോ? അറിയില്ല, പക്ഷെ നമുക്ക് നീറ്റ് ആണല്ലേ ഡ്രീം. ഡോക്ടർ ആവണം. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും ഓൾ ദി ബെസ്റ്റ്. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നു. +2 കഴിഞ്ഞിട്ട് എഴുതിയതാണോ? അപ്പം മാത്സ് ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്. കമ്പാരിറ്റീവ്ലി ഏതാണ് ഈസി ആയിട്ട് തോന്നിയത്? ഫിസിക്സ് കുറച്ചും കൂടി നല്ലതായിരുന്നു. അടിപൊളിയായിരുന്നു. ക്വസ്റ്റ്യൻസും കുറച്ചൊക്കെ അടിപൊളിയായിരുന്നു. കെമിസ്ട്രി എളുപ്പമായിരുന്നു. മാത്സ് ആക്ച്വലി എളുപ്പമായിരുന്നു. പക്ഷെ ഞാൻ ലാസ്റ്റിലേക്ക് നോക്കിയോണ്ട് എനിക്ക് ഒട്ടും ടൈം കിട്ടിയില്ല. ടൈമിന്റെ എനിക്ക് എന്റെ പൊതുവെ മോക്ക് ടെസ്റ്റിലാണെങ്കിലും എന്റെ ടൈം മാനേജ്മെന്റ് ആണ് പ്രോബ്ലം. എന്നാലും ഹോപ്പ് ഉണ്ടോ? അറിയില്ല. അപ്പം JEE ആസ്പിറന്റ് തന്നെയായിരുന്നു അതോ നീറ്റ് ആസ്പിറന്റ്? JEE ആസ്പിറന്റ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഭാവിയിൽ എന്താണെങ്കിലും ഒരു എഞ്ചിനീയർ ആയി വരട്ടെ. ഹായ്, പേരെന്താണ്? റന. എങ്ങനെയുണ്ടായിരുന്നു റനക്ക് എക്സാം? കുഴപ്പമില്ലായിരുന്നു. ഫേസ് കണ്ടിട്ട് വളരെ ഹാപ്പി ആയിട്ടാണല്ലോ തോന്നുന്നത്. സന്തോഷം കൊണ്ടാണോ? പ്രതീക്ഷിച്ചതിലും ഈസി ആയിരുന്നു. കുറച്ച് ടഫായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നു. ഓൺലൈൻ ആയിട്ട്
എജു പോർട്ടിന്റെ ക്ലാസ്സസ് ഒക്കെ കാണാറുണ്ടായിരുന്നു? ആ ഞാൻ 12th കാണാറുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഓക്കെ, യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടോ ക്ലാസ്? ഓക്കെ, അപ്പൊ മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ് കമ്പാരിറ്റീവ്ലി ഏതാ ടഫ് ആയി തോന്നിയത്? ഏതാ ഈസി ആയി തോന്നിയത്? ഈസി തോന്നിയത് കെമിസ്ട്രി ഈസി ആയിരുന്നു. ഈസി ആയിരുന്നു. ഓക്കെ, മാത്സ് മാത്സ് അറ്റൻഡ് ചെയ്തില്ല, നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മാത്സ് അറ്റൻഡ് ചെയ്യാണ്ട് കെമിസ്ട്രി ഫിസിക്സും ആണ് ചെയ്തത്. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ല. അപ്പൊ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഏതാണ് ടഫ് ആയിട്ട് ഫീൽ ചെയ്തത്? മാത്സ്. ഞാൻ ബയോളജി മാത്രമേ ലൈക് നീറ്റ് ബേസ്ഡാ. ഞാൻ ജെയ് വെറുതെ ജെയ് വെറുതെ എഴുതിയതാ. അപ്പൊ മാത്സ് അത്ര എനിക്ക് ഇല്ല, പക്ഷെ ഫിസിക്സും കെമിസ്ട്രിയും Okay. ഓക്കെയാണ്. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? കുറച്ച് ടഫായിരുന്നു. കുറച്ച് ടഫ് ആയിരുന്നു. ഏത് പാട്ടാ ഈസി ആയി തോന്നിയത്? ഫിസിക്സ്, കെമിസ്ട്രി ഈസി. ഓ യെസ്. മാത്സ് ആണ് കമ്പാരിറ്റീവ്ലി അപ്പൊ ടഫ് ആയി തോന്നിയത്. അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തോ? എല്ലാം അറ്റൻഡ് ചെയ്തു. എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്? ഇല്ല എല്ലാം അറ്റൻഡ് ചെയ്തില്ല. ഓക്കെ, അപ്പൊ ന്യൂമറിക്കൽസ് പാർട്ട് എങ്ങനെയുണ്ടായിരുന്നു? അത് കുറച്ച് ടഫാണ്. കുറച്ച് ടഫ് ആയിരുന്നു. അപ്പൊ ആ ഒരു പാറ്റേൺ ചേഞ്ച് ബുദ്ധിമുട്ടിച്ചോ? ബുദ്ധിമുട്ടിച്ചിട്ടില്ല. പക്ഷെ എക്സ്പെക്ട് ചെയ്തിരുന്നു പാറ്റേൺ ചേഞ്ച്. ഓക്കെ, താങ്ക് യു. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? എഴുതിയില്ലേ? എന്തെങ്ങനെയുണ്ടായിരുന്നു? റിപ്പീറ്റർ ആണോ? ഏത്? നീറ്റ് റിപ്പീറ്റർ. എവിടെയാ റിപ്പീറ്റ് ചെയ്യുന്നത്? എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഹോപ്പ് ഉണ്ടോ?